അങ്ങനെ നീണ്ട നാളത്തെ പ്ലാനിങ്ങും കാത്തിരിപ്പിനൊക്കെ ശേഷം ഞങ്ങൾ ഗുരുവായൂർ പോവുകയാണ്. അല്ല, ഗുരുവായൂർ പോകാൻ ഇപ്പം ഇത്ര വലിയ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാര്യമുണ്ട്. ബിക്കോസ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഗുരുവായൂർ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് ഒരാളുടെ കൂടെയാണ് പോകുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുരുപ്പൂടുണ്ട്, പക്ഷെ അവൾ വന്നില്ല. അപ്പം അവളെപ്പോലെ തന്നെ എനിക്ക് അത്ര സ്പെഷ്യലാണ് അവളോടൊപ്പം ഉള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ പോകണമെന്ന്. ഈ ആഗ്രഹിക്കുന്നതിന് മൂപ്പര് പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കില്ലെന്ന് ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിലെവിടെയോ ഒരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങളോട് എത്തി. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റത്തൊരു സന്തോഷം. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് റെഡി, നമുക്കൊന്ന് പോയി നോക്കാം, ക്യൂ ക്ലോസ് ചെയ്യുമെന്ന് അറിയില്ല, എങ്കിലും ഒന്ന് പോയി നോക്കാമെന്ന് കയറി ചെന്നു. പക്ഷേ കണ്ടു, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയലേ കണ്ടു. നമ്മൾ ശിവേലിയൊക്കെ തൊഴുതിട്ട് ഇറങ്ങി. പിന്നെ അത്യാവശ്യം കുറച്ച് പർച്ചേസിങ്ങൊക്കെ നടത്തി. അവിടേക്കൊന്നും ഇല്ലാത്ത ഞങ്ങൾ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. നമുക്കിനി രാവിലെ തന്നെ വീണ്ടും അമ്പലത്തിൽ പോകണം. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ.